നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വ്യത്യസ്ത പരിപാടിയുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംവദിക്കാനും പരാതി പറയാനുമുള്ള അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇന്നലെ 1,00,000-ലധികം പേരുടെ പരാതികൾ ഇതുവരെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേർ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള നടപ്പാക്കേണ്ട പരിപാടികൾ അല്ലെങ്കിൽ അവർക്ക് വേഗത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ഒക്കെ വന്ന് രാജീവ് ചന്ദ്രശേഖരോട് പരാതി ബോധിപ്പിച്ചു. കേരള സർക്കാരിനെതിരെയുള്ള നിരവധി പരാതികൾ ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പരാതികൾ വരുമ്പോൾ എത്രമാത്രം ജനങ്ങൾ കേരളത്തിൽ അസ്വസ്ഥരായിരുന്നു എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇത്തരമൊരു പരിപാടി വെച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അത് കൃത്യമായി തന്നെ അതിനുടൻ തന്നെ നടപടി ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ വാർത്ത ചെയ്യുകയും ചെയ്തു. ചില ഉദ്യോഗാർത്ഥികൾക്കടക്കം ജോലി ലഭിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. താമസിച്ചതിനെ തുടർന്നും അഡ്വൈസ് മെമ്മോ വരാൻ താമസിച്ചതിനെ തുടർന്ന് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ പോലും കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് ശരിയാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം നിവാസികളുടെ ആവശ്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം വിചാരിച്ചാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും അത്തരം വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വന്ന് കാണുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതും ബി.ജെ.പിയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് അത് വേണ്ട രീതിയിൽ ആരെയാണോ കാണേണ്ടത് അവരെ കണ്ട് അത് പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2 സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മലപ്പുറത്ത് അടുത്ത ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലായി വീണ്ടും അടുത്ത പരിപാടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇത്തരം പരിപാടികൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വ്യക്തമായി പൊതുരംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു തരുന്നതാണ്. കേരള സർക്കാർ അടുത്ത കാലത്ത് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ റീസെന്റ്, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇത്തരം ഹെൽപ്പ് ഡെസ്കുകളെ കുറിച്ച് പിണറായി വിജയന് ബോധ്യം വന്നത്. കഴിഞ്ഞ 10 വർഷവും ഇല്ലാതിരുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരസ്യങ്ങൾ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതവുമാണ്. ഉടൻ തന്നെ ഫയലിനൊക്കെ പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ ഈ പറയുന്നതല്ലാതെ ഒന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. എല്ലാം ചുവപ്പ് നാടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പബ്ലിക് റിലേഷൻ നടത്തി തങ്ങളെന്തോ മലമറിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നടത്താറുണ്ട്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ വന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം മുതൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി.ജെ.പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഇനി എന്തെങ്കിലും ഒരു അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാനും ജനങ്ങൾക്ക് മുന്നിലേക്ക് പുതിയൊരു ബദൽ എന്ന രീതിയിൽ കേരളത്തിൽ മാറാനും കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പിയാണ്. ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ബി.ജെ.പിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോഴും ബി.ജെ.പിയിലേക്ക് നാൾക്ക് നാൾ പലരും വന്നു ചേരുകയാണ്. പലതരത്തിലുള്ള നറേറ്റീവുകൾ എത്രയോ കാലങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ പാർട്ടിയല്ല ബി.ജെ.പി, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പറ്റിയ പാർട്ടിയല്ല ബി.ജെ.പി, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. ഈ ഇത്തരത്തിലുള്ള മുറവിളികളൊക്കെ നടക്കുമ്പോഴും ഇനി അഥവാ ആരെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അവരെ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള മുറവിളികൾ നടത്തുമ്പോഴും ധൈര്യത്തോടുകൂടി പലരും ബി.ജെ.പിയുടെ ഭാഗമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സീമ വിനീത് എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അവർ ബി.ജെ.പിയിലേക്ക് വന്നപ്പോൾ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഇത്തരത്തിൽ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക, ഇവർക്ക് വർക്ക് കൊടുക്കരുതെന്ന് പറയുന്ന സാഹചര്യം പോലുമുണ്ട്. രാഷ്ട്രീയപരമായ അയിത്തം നിലനിന്നാൽ പോലും തങ്ങൾക്കൊന്നുമില്ല, ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അയിത്തം ഉണ്ടാകും, തങ്ങളുടെ ജോലിയിൽ തള്ളപ്പെടുമെന്ന് പറഞ്ഞാൽ പോലും
ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം BJP-യിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അത് നാളെയിൽ ശുഭമായ ഒരു കാര്യം BJP-ക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതായിരുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നപ്പോൾ എവിടെയൊക്കെയാണ് പരാതി, എന്തൊക്കെയാണ് പരിഹരിക്കേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയപരമായി ഏതൊക്കെ വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി പേർ കക്ഷി രാഷ്ട്രീയ ജാതി വർഗ വർണ്ണഭേദമന്യെയാണ് BJP ഓഫീസിലേക്ക് പലരും അദ്ദേഹത്തെ കാണാനെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ BJP-ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. ആ വിലയിരുത്തൽ പ്രകാരം പോയാൽ ഏതാണ്ട് തിരുവനന്തപുരത്ത് തന്നെ വലിയ മാറ്റങ്ങൾ, തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിക്കാൻ, മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു നിലവിൽ. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP-യാണ്. ആ മാറ്റം നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലുമൊക്കെ ആ മാറ്റത്തിന്റെ അലയൊലികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വോട്ടാകുകയും അത് വലിയ രീതിയിൽ BJP-ക്ക് ഗുണം ചെയ്യുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാനും BJP-ക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.